എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും വളരെ ചിലവ് കുറഞ്ഞതും ഒട്ടും പഞ്ചസാര ചേർക്കാത്ത ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മുടെ ദാഹവും വിശപ്പും ക്ഷീണമൊക്കെ മാറി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത കസ്കസ് നമുക്ക് കുതിർത്തി വെക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലുള്ള ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബ്ലാക്ക് കസ്റ്റർസ് അതായത് സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം കുതിർന്ന് വരട്ടെ. മിക്സിയുടെ ജാറിലേക്ക് 2 പൂവമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പഴത്തിന്റെ അളവ് കൂടി പോകരുത്, 2 എണ്ണം മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കാഷ്നട്ടും ബദാമും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതൊരു ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം കുതിർത്തി വെച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 7 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിന്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. 7 ഈത്തപ്പഴമാണ് ഇതിന് മധുരത്തിന് കണക്ക്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലുള്ള 5 രൂപയുടെ ഹോർലിക്സ് ആണ്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. 500 മില്ലി പാലാണ് വേണ്ടത്. നല്ല തണുത്ത പാല് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 500 മില്ലി പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. കാരണം പഴത്തിന്റെയും ഈത്തപ്പഴത്തിന്റെയും ഒക്കെ ഒരു തരിതരിപ്പ് ഉണ്ടാവും. അതിപ്പോ അരിച്ചെടുക്കാം. ഈ ഒരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പഴത്തിന്റെയും ഈത്തപ്പഴത്തിന്റെയും ഒക്കെ ഒരു തരിതരിപ്പ് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം. അത് നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. കസ്കസ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് ടൈഗറിന്റെ ബദാം മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് 4 ഡ്രോപ്സ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, കൂടി പോകാൻ പാടില്ല. ബദാം മിക്സിന് പകരം നിങ്ങൾക്ക് പിസ്ത മിക്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഇത് അളവ് കൂടി പോവരുത്. ഒരു കുത്തൽ ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന സമയത്ത് കൂടിപ്പോയാല്. ഇതിന്റെ അളവ് നിങ്ങൾക്ക് ഇതിന്റെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇതിപ്പോ കറക്റ്റ് പാകത്തിനുള്ള ഒരു കളറാണ്, ലൈറ്റ് യെല്ലോ കളറ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൂവമ്പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ആദ്യം 2 പൂവമ്പഴമാണ് ചേർത്ത് കൊടുത്തത്, ഇപ്പോൾ 2 പഴം, അങ്ങനെ ടോട്ടൽ 4 പൂവമ്പഴമാണ് ചേർത്ത് കൊടുത്തത്. ഒരിക്കലും പഴത്തിന്റെ അളവ് കൂടിപ്പോവാൻ പാടില്ല. പഴത്തിന്റെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പാലിന്റെ അളവും കൂടി കൂട്ടാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ആപ്പിളാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആപ്പിളിന്റെ അളവും കൂടി പോകാൻ പാടില്ല, ചെറിയത് എടുത്താൽ മതി. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ഉറുമാമ്പഴത്തിന്റെ നേരെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണൽ മാത്രമാണ്. അപ്പൊ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. മാത്രമല്ല നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല, മധുരത്തിനായിട്ട് ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് പൊടിച്ചത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് കൊണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചൂട് സമയത്ത് ദാഹവും വിശപ്പും ക്ഷീണത്തിനും ഒക്കെ നല്ലതാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പാല് നല്ല തണുപ്പുള്ള പാലായിരിക്കണം. നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ച ശേഷം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിപ്പോ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത്. മാത്രമല്ല ഇത് വളരെ ചെലവ് കുറഞ്ഞൊരു ഡ്രിങ്കും ആണ്. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ആപ്പിളും പൂവമ്പഴവും ഉറുമാമ്പഴവും മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതുപോലെ തന്നെ നട്ട്സും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് മാത്രം ചേർത്തിട്ട് തന്നെ വളരെ നല്ല ടേസ്റ്റ് ആണ്.
ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.